ഓർമ്മയ്ക്കായി ഭാഗം 88. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ സ്റ്റോറിയിൽ ആൽഫിയുടെയും അമ്മുവിൻ്റെയും റൊമാൻസും അഗ്നിദേവിൻ്റെയും അപ്പുവിൻ്റെയും റൊമാൻസാണ്. ഇഷ്ടപ്പെടാത്തവർ ഇന്നത്തെ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ കൊണ്ടുപോയി റൊമാൻസ് ഞാൻ ആഡ് ചെയ്യുന്നതല്ല കേട്ടോ. ഓരോ ഭാഗങ്ങളിൽ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് റൊമാൻസ് ഞാൻ എഴുതുന്നത്. ഇന്നത്തെ ഭാഗത്ത് അങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് രണ്ടുപേരുടെയും റൊമാൻസ് ഇന്നത്തെ ഒരു ഭാഗത്തിൽ തന്നെ കൊണ്ടുവരേണ്ടി വന്നത്. അത് നിങ്ങൾക്ക് ഇത് കേട്ടു നോക്കുമ്പോൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അപ്പോൾ റൊമാൻസ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇന്നത്തെ ഭാഗം മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എന്നാലും അവൻ ആൽഫി എൻ്റെ കുഞ്ഞിനെ തല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞ് കൊച്ചപ്പച്ചൻ നീനയുടെ അടുത്തേക്ക് വന്നതും ദേഷ്യത്തോടെ അങ്ങോട്ട് കയറി വരുന്ന നാദ് എബ്രഹാമിനെ പ്രിൻസി അപ്പോഴാണ് കാണുന്നത്. അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ പ്രിൻസിക്ക് മനസ്സിലായി എന്തോ ഉടക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആൽഫിയുടെ സ്വഭാവം വെച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രിൻസിക്ക് ഉറപ്പായിരുന്നു. അകത്തേക്ക് കയറി വന്ന നാദ് നീനയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടി. നീന താഴേക്ക് വീണു പോയിരുന്നു. അയ്യോ, എൻ്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസി വേഗം മോളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എല്ലാവരും പകപ്പോടെ നാഥനെ നോക്കുകയായിരുന്നു. നീ നീ എന്താടാ കാണിച്ചത്? ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ കൊച്ചിനെ തല്ലിയോ എന്ന് ചോദിച്ചുകൊണ്ട് നാഥൻ്റെ അടുത്തേക്ക് ചെന്ന കൊച്ചപ്പച്ചനെ അവനൊന്ന് നോക്കിയതും അവൻ്റെ നോട്ടത്തിൽ അയാൾ പിടിച്ച് കെട്ടിയതുപോലെ തന്നെ നിന്നു. പ്രിൻസി, നിന്റെ ബന്ധുവാണ്, അതെല്ലാം ശരി. പക്ഷെ എൻ്റെ കൊച്ചിനെ തല്ലാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തത്? പ്രിൻസിയുടെ ഭർത്താവ് പ്രിൻസിയെ നോക്കി ചോദിച്ചതും അവർക്ക് എന്ത് പറയണമെന്നറിയാതെ അവർ തല കുനിച്ചു. അടികൊണ്ട് മുഖം വീർത്തിരിക്കുന്ന നീനയെ ഒന്ന് നോക്കി. അപ്പോഴും നാദ് ഒരു കത്തുന്ന നോട്ടമായിരുന്നു പ്രിൻസിയെയും മീനയെയും. പിന്നെ ഞാൻ ഇവളെ പൂവിട്ട് പൂജിക്കണോ? എല്ലാവരും സഹകരിച്ച് ആ കല്യാണം അവർ നടത്താൻ നോക്കുമ്പോൾ അതിനിടയിൽ കൂടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരിനി ഈ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമായിരുന്നു? ഇവളുടെ തന്ത എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ ആ വിവാഹം പറഞ്ഞ ദിവസം നടത്തുമായിരുന്നോ? അവൻ ചോദിച്ചതും നീനയുടെ പപ്പ ഒന്നും മിണ്ടാതെ തല കുനിച്ചു. അപ്പോൾ ആരെങ്കിലും ഔദാര്യം കാണിച്ചോ, ദയ കാണിച്ചോ ഈ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നാദ് പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. അവനെ എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ആൽഫി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഞാൻ എന്തിന് അവളുടെ വിവാഹം നടത്തണം? അവൾ എൻ്റെ ആരാണ്? ചെറിയ പപ്പയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വന്ന ഞാൻ എന്തിന് അവൻ്റെ മുന്നിൽ നാണം കെട്ടു നിൽക്കണം? ഇവറ്റകളുടെ ബന്ധുവാണെന്ന് പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞു വന്നാൽ മതിയായിരുന്നു. നാദ് സ്വയം ആലോചിച്ചു. പിന്നെ വേഗം അവന് കൊടുത്ത റൂമിലേക്ക് കയറി. അവൻ കയറിപ്പോകുന്നത് കണ്ടതും പ്രിൻസി ഒന്ന് നെടുവീർപ്പിട്ടു. പ്രിൻസി മകളെ എഴുന്നേൽപ്പിച്ച് സോഫയിലേക്ക് ഇരുത്തി. മുഖം നല്ല ചുവന്ന് തുടുത്ത് വിരൽപ്പാടുകളോട് കൂടി നിൽക്കുന്ന മകളെ കണ്ട പ്രിൻസിയുടെയും ആ വീട്ടിലെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കർത്താവേ, 2 ദിവസം കഴിഞ്ഞ് വിവാഹം നടക്കേണ്ട കൊച്ചിൻ്റെ മുഖമാണ് ഇങ്ങനെ അടിച്ചു പരത്തി വെച്ചിരിക്കുന്നത്. ലൂണ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. നിങ്ങൾ മോളെ വിളിച്ചു കൊണ്ടുപോയി ഐസ് വെച്ച് കൊടുക്കാൻ നോക്ക്, കൊച്ചപ്പച്ചൻ പറഞ്ഞതും പ്രിൻസിയും ലൂണയും എല്ലാം കൂടി നീനയെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇച്ചായ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുളിച്ചോളാന്ന്? അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടാന്ന്. നീ ഡോറ് തുറന്നേ വാഷ്റൂമിൻ്റെ. ആൽഫി പറഞ്ഞതും ഇല്ല, ഞാൻ തുറക്കില്ല. പെണെ, മര്യാദക്ക് തുറന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ ചവിട്ടിനത് പൊളിക്കും. ആൽഫി പറഞ്ഞതും അയ്യോ വേണ്ട, ഞാൻ തുറക്കാം എന്ന് പറഞ്ഞ് അവൾ ഡോറ് തുറന്നു. വാഷ്റൂമിലേക്ക് കയറിയതും ആൽഫി അവളെയും കൊണ്ട് ബാത്ത് ടബിൻ്റെ അടുത്തേക്കാണ് പോയത്. ബാത്ത് ടബിൽ നിറയെ വെള്ളം പിടിച്ചിട്ടിട്ടുണ്ട്. ഇച്ചായ, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായതും അമ്മു ഒരു പിടച്ചിലോടെ വിളിച്ചു. വേണ്ട വേണ്ട ഇച്ചായ, അവൾ പറഞ്ഞു. എന്ത് വേണ്ടാന്ന്? നിനക്ക് എൻ്റെ ഒപ്പം കുളിക്കാൻ മടി അല്ലേ? എന്നാ ഇന്ന് നമുക്ക് 2 പേർക്കും കൂടി കിടന്ന് കുളിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ പതിയെ ബാത്ത് ടബിലേക്ക് കിടത്തി.
കൂടെ അവനും കയറി കിടന്നു. ഇച്ചായ, ഡ്രസ്സൊക്കെ നനഞ്ഞില്ലേ? അവൾ പറഞ്ഞു. അതിനെന്താ, ഇത് കഴുകാനുള്ളതല്ലേ. പിന്നെ ഞാൻ മാറ്റിത്തരട്ടെ? അവൻ ചോദിച്ചതും ഇനിയിപ്പോൾ അതായിട്ടെന്തിനാ കുറയ്ക്കുന്നത്? അവൾ ചോദിച്ചു. അപ്പോൾ തുടങ്ങാം അല്ലേ? ആൽഫി അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചതും അവളുടെ മുഖം ചുവന്നു തുടുത്തു. ആൽഫി അവളുടെ 2 ഭാഗത്തും കാലിട്ടുകൊണ്ട് വെള്ളത്തിൽ നിന്നും അവളുടെ തല പതിയെ ഉയർത്തി വെച്ചു കൊടുത്തു. വെള്ളത്തുള്ളികളാൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം അവനെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വന്നുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൻ്റെ അധരങ്ങൾ നെറ്റിയിൽ നിന്നും കണ്ണിലേക്കും മൂക്കിലേക്കും കവളിലേക്കുമെല്ലാം അരിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. വെള്ളത്തിൻ്റെ തണുപ്പ് മാറി ശരീരം ചൂട് പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആൽഫിയുടെ കണ്ണുകൾ പിന്നീട് അവളുടെ ചുവന്ന അധരങ്ങളിലേക്കാണ് ചെന്നത്. അവിടെയും വെള്ളത്തുള്ളികളുണ്ട്. അവൻ പതിയെ അവൻ്റെ നാവ് കൊണ്ട് അവളുടെ ചുണ്ടുകളെ ഒഴിഞ്ഞു. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ അവളുടെ അധരങ്ങളെ അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു. അവളുടെ 2 കൈകളും ബാത്ത് ടബിൻ്റെ 2 ഭാഗത്തായും വെച്ച് ലോക്ക് ചെയ്തുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ മുഴുവനായും കടിച്ചു നുണയുകയായിരുന്നു. അവളിൽ നിന്നും വേദനയുടെയും മറ്റെന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ആൽഫിയിൽ ആവേശം കൂട്ടുന്നതായിരുന്നു. ശ്വാസം കിട്ടാതെ കണ്ണുമിഴിക്കുന്ന അവളെ കണ്ടതും അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൻ്റെ അധരങ്ങളെ മോചിപ്പിച്ചു. എന്നെ കൊല്ലുമോ ഇച്ചായ? അവൾ ചോദിച്ചതും അവനൊരു കള്ളച്ചിരിയോടെ വളരെ പതിയെ അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ മുഖം ഉയർത്തി. അവളുടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്യിൽ നിന്നും അവൻ്റെ കൈ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കാതിൽ കിടക്കുന്ന കമ്മലും കഴുത്തിലെ മാലയും എല്ലാം അവൻ ഊരി മാറ്റി. അവളുടെ കാതിനെ പതിയെ നുണഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്കെത്തി. അവളുടെ കഴുത്തിൽ നിന്നും താടിയിലേക്ക് അവൻ്റെ നാവ് ഒഴിഞ്ഞു ചെന്നു. അവളുടെ താടിത്തുമ്പിൻ്റെ പതിയെ കടിച്ചുകൊണ്ട് പിന്നെ അവിടെ നുണഞ്ഞുകൊണ്ടും അവൻ അവളുടെ കഴുത്തിലൂടെ അവളുടെ മാറിലെ ചാലിലേക്ക് നാവ് കൊണ്ട് ഒഴിഞ്ഞ് അവളുടെ മാറിലേക്ക് ചെന്നു. അവിടെ അവന് തടസ്സമായി നിൽക്കുന്ന അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അവൻ ഊരിയെറിഞ്ഞു. അതോടൊപ്പം തന്നെ അവൻ സ്വയം അവൻ്റെ വസ്ത്രങ്ങളും ഊരി മാറ്റി. അവളെ ബാത്ത് ടബിലെ വെള്ളത്തിൽ നിന്നും പതിയെ പൊക്കി അതിന് മുകളിലായി കിടത്തി. അവൻ അവളിലേക്ക് ചേർന്നു. അവളുടെ മാറിനെ കടിച്ചും നുണഞ്ഞും കൈകൾ കൊണ്ട് താലോലിച്ചും ചെറു കടികൾ നൽകിയും അവൻ അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്നും അവൻ്റെ മുഖവും അവൻ്റെ ചുണ്ടും മീശയുമെല്ലാം അവളുടെ വയറിലൂടെ അരിച്ച് താഴേക്കിറങ്ങി. അവളുടെ പൊക്കിൾ ചുഴിയിൽ അവൻ്റെ നാവുകൾ ആഴ്ന്നിറങ്ങിയതും അവൾ നടുവൊന്ന് പൊങ്ങി ഉയർന്നു. ആൽഫി അവൻ്റെ ശരീരഭാരം മുഴുവനും അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു. അവിടെ നിന്നും അവൻ്റെ മുഖം താഴേക്ക് ഇറങ്ങുന്നതറിഞ്ഞതും അവൾ ഒന്ന് വെട്ടി വിറച്ചു. അവൻ്റെ മുഖം തുടയിടുക്കിലൂടെ താഴേക്ക് ഇറങ്ങി അവളുടെ കാലിലെ ഓരോ വിരലുകൾ പോലും അവൻ ചുംബിച്ചു. വീണ്ടും അവൻ്റെ മുഖം അവളുടെ കാലിടുക്കിലെത്തിയതും അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. അവളിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തികളും അവളെയും മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു. അവളുടെ ശരീരത്തു നിന്ന് മുഖം മാറ്റി അവൻ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നു. അവളുടെ ചുണ്ടുകളിൽ പതിയെ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് അവൾ അവനെ മറിച്ചിട്ടുകൊണ്ട് അവന് മേലെയായി കിടന്നു. അവളുടെ ചുണ്ടും നാവും ആൽഫിയുടെ ശരീരം മുഴുവനും ഓടി നടന്നു. പെട്ടെന്നുള്ള അമ്മുവിൻ്റെ പ്രവൃത്തിയിൽ ആൽഫി ഒന്ന് ഞെട്ടി. അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് ചെന്നു. 2 പേരുടെയും ശീൽക്കാര ശബ്ദങ്ങളും മറ്റെന്തൊക്കെയോ ശബ്ദങ്ങൾ ആ വാഷ്റൂമിൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. 2 പേരുടെയും ആവേശം കെട്ടടങ്ങിയതും അവൻ അവളിലേക്ക് തന്നെ ചാഞ്ഞു. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ മാറിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അമ്മു കിടന്നു. കിതപ്പ് ഒന്ന് മാറിയതും ആൽഫി മുഖമുയർത്തി അമ്മുവിനെ നോക്കി. അമ്മു, ഒറ്റയ്ക്ക് കുളിച്ചോളാന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ തോന്നുന്നുണ്ടോ
ഒറ്റയ്ക്ക് കുളിച്ചാൽ മതിയായിരുന്നു എന്ന് ആൽഫി ചോദിച്ചതും നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ അമ്മു അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു. എന്നാ ഇനിയൊന്ന് കുളിച്ചിട്ട് പോയാലോ റൂമിലേക്ക്? ഒരുപാട് സമയം ഇവിടെ കിടന്നാലേ തണുപ്പടിക്കും. ആൽഫി പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ അവളുടെ ശരീരം കഴുകി. അവനും കുളിച്ച് അവളെ ഒരു ടവൽ കൊണ്ട് പുതപ്പിച്ച് അവളെയും എടുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തിയതും അവനെ നോക്കിയ അമ്മു പെട്ടെന്ന് കണ്ണടച്ചു. എന്താ? ആൽഫി ചോദിച്ചു. നാണോ ഇല്ലേ ചൈന? അവൾ ചോദിച്ചു. എന്തോ? എന്ത് നാണിക്കാൻ? നീ കാണാത്തതായിട്ട് ഒന്നും പ്രത്യേകിച്ച് ആൽഫിയിൽ വന്നിട്ടില്ല. ഇപ്പം കൂടി നീ അത് കണ്ടതല്ലേ? ആൽഫി ചോദിച്ചതും അവൾ പെട്ടെന്ന് കമഴ്ന്ന് കിടന്ന് മുഖം പില്ലോയിലേക്ക് അമർത്തി വെച്ചു. ആൽഫി ഒരു പുഞ്ചിരിയോടെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇച്ചായ, ഡ്രസ്സ് ഇട്, അവൾ പറഞ്ഞു. ആദ്യം പൊന്നുമോൾ ഇട്ടിട്ടുണ്ടോയെന്ന് നോക്കിക്കേ. ആൽഫി പറഞ്ഞതും അവളുടെ ദേഹത്ത് അവൻ ചുറ്റിയിരുന്ന ടവൽ അഴിഞ്ഞു മാറിക്കിടക്കുന്നത് അവൾ കണ്ടു. അവൾ പെട്ടെന്ന് അത് വാരി ഉടുക്കാൻ പോയതും ആൽഫി ആ ടവൽ വലിച്ചെറിഞ്ഞു. ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവൻ അവളെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരും കിടന്നു. ഇതേ സമയം ഹൈദരാബാദ്. എൻ്റെ പൊന്നപ്പൂസേ, ഇനി നീ പോയി കുളിക്ക്. ഇനി ഇതിൽ നിന്നും പോകാൻ പൊടിയില്ല. മാക്സിമം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ അപ്പൂസ് പോയി ഒന്ന് കുളിച്ചാൽ ഈ പൊടിയെല്ലാം പോയിക്കോളും, അഗ്നി പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കിയതും എന്തിനാ എൻ്റെ അപ്പു എന്നെ മുഖം വീർപ്പിച്ച് നോക്കുന്നത്? ഞാൻ പൊടിയെടുത്ത് തലയിൽ കമത്തിയതൊന്നുമല്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ ഞാൻ വെച്ചോളാന്ന്. എനിക്കറിയാം. ദേവേട്ടന് എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടല്ലേ. എന്നെ കളിയാക്കാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ മുഖം വെറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോകുന്നത് കണ്ടതും ഞാൻ കളിയാക്കിയെന്നോ? ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പു എന്ന് വിളിച്ചുകൊണ്ട് അഗ്നി അവളുടെ പുറകെ റൂമിലേക്ക് കയറിയതും അവൾ ഒരു ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറുന്നത് കണ്ടു. വേണ്ട, ദേവേട്ടന് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവുമില്ല. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ അതോടുകൂടി തീർന്നു. അഗ്നിദേവിൻ്റെ തീ പോലത്തെ പ്രണയം എനിക്കറിയാം. അവൾ പറയുന്നത് കേട്ടതും അഗ്നി ഞെട്ടലോടെ അവളെ നോക്കി. നീ നീ എന്തൊക്കെയാ പറയുന്ന അപ്പു എന്ന് ചോദിച്ചുകൊണ്ട് ഡോറടയ്ക്കാൻ പോയ അവളെ തടഞ്ഞുകൊണ്ട് അവനും വാഷ്റൂമിലേക്ക് കയറി. ദേവേട്ടൻ പോയിക്കോ, ഞാൻ കുളിച്ചോളാം, എനിക്ക് ആരുടെ സഹായം വേണ്ട, അവൾ പറഞ്ഞു. ഇത്രയും നേരം ആ കിച്ചണിൽ നിന്ന് എന്തോരം കഷ്ടപ്പെട്ടതാ ഞാൻ. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പറയുന്നത് കേട്ടെ, പോയിക്കോ, എനിക്ക് ആരുടെയും സഹായം വേണ്ടാന്ന്. ഇവിടെ വന്ന് ഈ ഷവർ തുറന്നിട്ട് കുളിക്കാനല്ലേ, അതിന് ആരുടെയും സഹായം വേണ്ടാന്ന് എനിക്കറിയാം. പക്ഷേ ആ കിച്ചൺ ആര് ക്ലീൻ ചെയ്യും? അഗ്നി ചോദിച്ചതും ഓ, അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യാനല്ലേ? ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ക്ലീൻ ചെയ്തോളാം, എന്നെ സഹായിക്കേണ്ട, അവൾ പറഞ്ഞു. വേണ്ട, നമുക്ക് 2 പേർക്കും കൂടി ക്ലീൻ ചെയ്യാം, അവൻ പറഞ്ഞു. വേണ്ടാതെ പറഞ്ഞില്ലേ? എൻ്റെ കൈ കൊണ്ടുണ്ടായ അബദ്ധമല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം. ആദ്യം ദേവിടം പുറത്തേക്ക് ഇറങ്ങ്, എനിക്ക് കുളിക്കണം, സമയം ഒരുപാടായി, എനിക്കൊന്ന് ഉറങ്ങണം, നാളെ എക്സാമിന് പോകാനുള്ളതാ, അവൾ പരിഭവത്തോടെ പറയുന്നത് കേട്ടതും ഓ, നാളെ എക്സാമിന് പോകാനുള്ളതാണല്ലേ, ഞാനത് മറന്നു. എന്നാൽ പിന്നെ വേഗം കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാന്നേ, അഗ്നി പറഞ്ഞു. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും പെട്ടെന്നാണ് അപ്പു അവൻ്റെ കയ്യിൽ പിടിച്ചത്. അവനെ വലിച്ച് അവൾ ഷവറിനടിയിൽ നിർത്തി. അവൾ ഷവർ ഓൺ ചെയ്തു. അവനെ കെട്ടിപ്പിടിച്ച് അവൾ ഷവറിനടിയിൽ നിന്നതും അവളുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ആട്ടപ്പൊടി മുഴുവനും അവൻ്റെ ശരീരത്തിലൂടെയും ഒഴുകാൻ തുടങ്ങി. തന്നെ ഇറുകി പുണർന്നു നിൽക്കുന്ന അപ്പുവിനെ കണ്ടതും അഗ്നിയിൽ ഒരു ചിരി ഉണർന്നു. തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് താനെങ്ങാനും അടർത്തി മാറ്റിയാലോ എന്ന് കരുതി തന്നെ വരിഞ്ഞു മുറുക്കി നിൽക്കുകയാണ് പെണ്ണ്. ഷവറിലൂടെ വെള്ളം 2 പേരെയും നനപ്പിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോ എന്നെ അപ്പോൾ ഇങ്ങോട്ട് വരുത്തിച്ചതാണല്ലേ, കപട ദേഷ്യവും കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തിക്കൊണ്ട് അവൾ ചിരിച്ചു. ഷവറിൽ നിന്നുള്ള വെള്ളം അവളുടെ നെറുകയിലൂടെ ഒഴുകുന്നത് കണ്ടതും അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ നെറുകയിലൂടെ, അവളുടെ കണ്ണുകളിലൂടെ, അവളുടെ മൂക്കിൻ തുമ്പിലേക്ക് വന്ന് അവളുടെ ചുണ്ടുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ. അവൻ കൊതിയോടെ നോക്കി നിന്നു. അവൻ്റെ വശ്യമായ നോട്ടം
തൻ്റെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും അപ്പു ദേവേട്ട ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവൾ വിളിച്ചതും അഗ്നി വേഗം തന്നെ കൈകൊണ്ട് ഷവർ ഓഫ് ചെയ്തുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. എന്തായാലും തുടങ്ങി വെച്ചത് നീയല്ലേ, അവസാനിപ്പിക്കുന്നത് നിന്റെ ദേവേട്ടനാകാം എന്ന് പറഞ്ഞ് അഗ്നി അവളിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ മാറിലേക്ക് തൻ്റെ ശരീരം അമർന്നതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ വശ്യത അഗ്നിയെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അഗ്നി അവളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന അപ്പു അത് അറിയുന്നുണ്ടായിരുന്നില്ല. അത്രയും തീവ്രമായ നോട്ടമായിരുന്നു അഗ്നിയുടെ. ആ നോട്ടത്തിൽ അവൾ അലിഞ്ഞു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ മാറിൽ മുറുകിയത് അവൾ അറിഞ്ഞത്. കൈകൾ അവളുടെ മാറിൽ മുറുകുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും പതിയെ അഗ്നി താഴേക്കിറങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നഗ്നമായ മാറിൽ അലഞ്ഞു നടന്നു. പതിയെ കടിച്ചും അവളുടെ മായാമറുകിനെ നുണഞ്ഞും കൈകൾ കുറുമ്പ് കാണിച്ചും അവൻ അവളെ രതിയുടെ, കാമത്തിൻ്റെ, പ്രണയത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇനിയും രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അഗ്നി അവളെ രണ്ട് കൈകളാൽ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. റൂമിലെ ബെഡിൽ കിടത്താതെ അവൻ അവളെ നിലത്തേക്ക് കിടത്തി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. രണ്ടുപേരും പരസ്പരം ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ കെട്ടിപ്പുണർന്നു. അഗ്നിദേവ് അഗ്നിയായി അവളിലേക്ക് പടർന്നു കയറി. അവളുടെ ശരീരത്തെ പൊള്ളിച്ചുകൊണ്ട് അഗ്നിദേവിൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുകി. രാവിലെ കണ്ണു തുറന്ന അഗ്നി കാണുന്നത് തൻ്റെ ദേഹത്തിന് മുകളിൽ കിടക്കുന്ന അപ്പുവിനെയാണ്. താൻ അവളെ കെട്ടിപ്പുണർന്നാണ് കിടക്കുന്നത്. അവളുടെ മുഖം തൻ്റെ നെഞ്ചിലാണ്. മുടിയെല്ലാം അവൻ്റെ മുഖത്തും കഴുത്തിലുമായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അഗ്നി ഒരു കൈകൊണ്ട് അവളുടെ മുടി മാടി ഒതുക്കി. അവളെ പതിയെ തട്ടി വിളിച്ചു. അപ്പൂ, എഴുന്നേക്കടാ, ഇന്ന് എക്സാമിന് പോണ്ടേ? അവൻ ചോദിച്ചതും ദേവേട്ട കുറച്ചുകൂടി അവൾ പതിയെ പറഞ്ഞു. അയ്യോ സമയമില്ല, എൻ്റെ കൊച്ചിന് ഇന്ന് എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് എത്ര സമയം വേണമെങ്കിലും കിടന്നോ, വേണമെങ്കിൽ 2 ദിവസം മുഴുവനും കിടന്നുറങ്ങിക്കോ. അഗ്നി പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ നിന്നും അവൾ മുഖമുയർത്തി അവനെ നോക്കി. 2 ദിവസം മുഴുവനും ഞാൻ കിടന്നാലേ എൻ്റെ ദേവേട്ടൻ പട്ടിണിയായി പോവില്ലേ? അവൾ ചോദിച്ചതും അത് പോവില്ല, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കട്ടെടുത്തോളാം. അവൻ പറഞ്ഞതും അയ്യേ, ഞാനതല്ല പറഞ്ഞത്, ആര് ദേവേട്ടന് ഭക്ഷണം ഉണ്ടാക്കി തരാം, അതാ ഞാൻ പറഞ്ഞത്. അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളെ മറിച്ചിട്ടുകൊണ്ട് അവൾക്ക് മേലെയായി അമർന്നു. എന്താ പറഞ്ഞത്? എല്ലാവർക്കും ജീവിക്കാൻ ഭക്ഷണം വേണം, പക്ഷേ നിന്റെ അഗ്നിദേവിന് ജീവിക്കാൻ നീ മാത്രം മതി. അത് നീ ഇതിനു മുന്നേ തെളിയിച്ചതാണ്. അഗ്നി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മതി മതി, ഇനി സംസാരിച്ച് നിന്നാലേ സമയം പോകും. വേഗം ഫ്രഷായിട്ട് വാ, ഞാൻ ചെന്ന് എൻ്റെ കൊച്ചിന് ഒരു ചൂട് കോഫി എടുത്തിട്ട് വരാം. അഗ്നി പറഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ദേഹത്തു നിന്ന് എഴുന്നേറ്റു. അവളെയും കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് വേദനയുണ്ടോ പെണ്ണെ? അവൻ ചോദിച്ചു. അവൾ പതിയെ കണ്ണ് ചിമ്മി കാണിച്ചു. ചെല്ല്, നല്ല ക്ഷീണമുണ്ട്, ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഉഷാറാവും. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം. എന്നിട്ട് എക്സാം ഹാളിൽ കൊണ്ടുപോയി ആക്കിത്തരാം. ദേവേട്ടൻ പുറത്ത് തന്നെ നിൽക്കോ? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, ഞാൻ പുറത്ത് തന്നെ ഉണ്ടാകും. എൻ്റെ കൊച്ചിനെയും കൊണ്ടേ ദേവേട്ടൻ പോരും, പോരെ? എന്നാ വേഗം ചെന്ന് കുളിച്ചോ, പിന്നെ തല നനയ്ക്കേണ്ട കേട്ടോ. അഗ്നി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഇച്ചായ, ദേ ഇച്ചാനെ വെല്ലുമിച്ച് വിളിക്കുന്നു. അമ്മു ആൽഫിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. കണ്ണു തുറന്ന ആൽഫി കേൾക്കുന്നത് വാതിൽ കൊട്ടിയുള്ള വെല്ലുമിച്ചിയുടെ വിളിയാണ്. ആ, ഞാൻ വരുന്നു വെല്ലുമിച്ചി, ആൽഫി പറഞ്ഞു. അപ്പോഴാണ് തൻ്റെ അടുത്ത് കിടക്കുന്ന അമ്മുവിനെ അവൻ കാണുന്നത്. ബ്ലാങ്കറ്റിനുള്ളിൽ നഗ്നമായി കിടക്കുകയാണ് എന്ന് കണ്ടതും അവന് ചിരി വന്നു. ചിരിക്കാതെ
ചെന്ന് വാതിൽ തുറക്ക്, ഞാൻ ദേ വാഷ്റൂമിലേക്ക് പോവാണ്. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് പുതച്ചിരുന്ന ബ്ലാങ്കറ്റും എടുത്ത് ചുറ്റിക്കൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി. അഗ്നി കബോർഡ് തുറന്ന് ഒരു മുണ്ടെടുത്തുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ വെപ്രാളത്തോടെ നിൽക്കുന്ന വെല്ലുമിച്ചിയെ കണ്ടതും എന്തു പറ്റി വെല്ലുമിച്ചി? ആൽഫി ചോദിച്ചു. മോനെ, മോനൊന്ന് വേഗം താഴേക്ക് വാ, വെല്ലുമിച്ചി പറഞ്ഞു. എന്താ എന്താ വെല്ലുമിച്ചി കാര്യം? മോൻ വാ, വേഗം വാ എന്ന് പറഞ്ഞ് വെല്ലുമിച്ചി വേഗം താഴേക്ക് പോകുന്നത് കണ്ടതും ആൽഫി വേഗം തന്നെ ചെന്ന് കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് താഴേക്ക് ചെന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ സ്റ്റോറികൾ ഒരു ടൈം വെച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അത് സക്സസ് ആയി പോയിട്ടുണ്ട്. ഈ ടൈമിംഗ് നിങ്ങൾക്ക് കറക്റ്റാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.